സമീപിച്ച് ഒരു മലരികെ ബഥാനിയിലെത്തിയപ്പോൾ അവൻ ശിഷ്യന്മാരിൽ രണ്ടുപേരെ ചുവരോട് നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുകയും അതിൽ കിടന്ന ഉടനെ ആരും ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചുകൊണ്ട് വരുവിൻ. ഇത് ചെയ്യുന്നതെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയും. അവൻ ക്ഷണത്തിൽ അതിനെ ഓർമ്മിക്കുന്നു. അവർ പോയി തെരുവിൽ പുറത്ത് വാതിൽക്കൽ കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ടു. അതിനെ അഴിച്ചു. അവിടെ നിന്ന് ഒരു രക്ഷകൻ അവരോട് നിങ്ങൾ കഴുതക്കുട്ടി അടിക്കുന്നത് എന്ന് ചോദിച്ചു. യേശു കൽപ്പിച്ചതുപോലെ അവരോട് പറഞ്ഞു. അവരെ വിട്ടയച്ചു. അവർ കഴുതക്കുട്ടിയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു തങ്ങളുടെ വസ്ത്രം അതിന്മേലിട്ടു. അവൻ അതിന്മേൽ കയറി. അനേകർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. മറ്റു ചിലർ കൊമ്പുകൾ പറമ്പുകളിൽ നിന്ന് ചെല്ലിക്കൊണ്ടുവെട്ടി വഴിയിൽ വിതറി. മുമ്പും പിമ്പും നടക്കുന്നവർ ഓശന്നാകർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, വരുന്നതായ രാജ്യം പിതാവായ ദാവീദിന്റെ രാജ്യം വാഴ്ത്തപ്പെടുമാകട്ടെ. അത്യുന്നതങ്ങളിൽ ഹോശന്നായെന്ന് ആർത്തുകൊണ്ടിരുന്നു. അവൻ യെരൂശലേമിൽ ദൈവാലയത്തിലേക്കും സകലം ചുറ്റി നോക്കിയ ശേഷം നേരം വൈകിയതുകൊണ്ട് മന്ദിരോടും കൂടെ ബെഥാനിയിലേക്ക് പോയി. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും ദ്രവ്യവും ഉണ്ടായിരിക്കട്ടെ.